നോക്ക്, ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഏകദേശം ധാരണ കിട്ടും. അതായത് ഇവിടെ ഇതൊരു തമാശയായിട്ടുള്ള ഒരു കാര്യമല്ല, വളരെ സീരിയസ് ആയിട്ടുള്ള അലിഗേഷൻസ് ആണ് ഈ പറയുന്ന ബാലയ്ക്കെതിരെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ എല്ലാ യൂട്യൂബേഴ്സും ഇത് എടുത്തു വെച്ചിട്ട് റിയാക്ട് ചെയ്യും. ഈ ഒരു വിഷയം തീർച്ചയായിട്ടും അതോറിറ്റീസിൻ്റെ മുന്നിൽ എത്തിക്കാൻ വേണ്ടി തന്നെയാണ് മാക്സിമം നോക്കുന്നത്. ഇനി ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്, വെച്ച് താമസിപ്പിക്കാതെ ഈ പുള്ളിയുടെ പേരിൽ കംപ്ലയിൻറ്റ് കൊടുക്കുക. അത് മാത്രമാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു പോംവഴി. അല്ലാതെ നമ്മൾ ഇനിയും കണ്ടിന്യൂസ്ലി വീഡിയോ ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നതിനകത്തോട്ട് എനിക്കറിയത്തില്ല അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ന്യായമുണ്ടോ എന്ന്. പക്ഷേ കേസ് കൊടുക്കുക. കേസ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് പറയാനുള്ളത് എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞോ, അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന പോലെ ഒരു പ്രസ് കോൺഫറൻസ് വിളിച്ച് വരുത്തിയോ ചെയ്യുക. കാര്യം എലിസബത്ത് അത് ചെയ്യുക തന്നെ വേണം. കാര്യം ഇപ്പം മീഡിയസിന് മുന്നിൽ വന്നിട്ട് ഇയാൾ കാണിച്ചൊരു പ്രവർത്തനം കണ്ടില്ലേ, ഈ പ്രത്യേകിച്ച് ഗോകുൽ ഉൾപ്പെടെ വന്നിരുന്ന് കരയുന്നു. സ്വാഭാവികമായിട്ട് ഒരു പെൺകുട്ടിയൊക്കെ മീഡിയയുടെ മുന്നിൽ വന്നിരുന്ന് കരയുമ്പോഴത്തേക്ക് ആൾക്കാരിത് കാണുമ്പോഴത്തേക്ക് അയ്യോ ഇവരുടെ ഭാഗത്ത് ന്യായമുണ്ടല്ലോ എന്നുള്ള രീതിയിലോട്ടേ പോകത്തുള്ളൂ. അപ്പോൾ ഈ പറയുന്ന എലിസബത്ത് ഇത്രയും ഫേസ് ചെയ്ത കാര്യങ്ങളെല്ലാം ഒരു മെയിൻ സ്ട്രീം ചാനൽസിൻ്റെ അടുത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇത്തിരി കൂടെ നന്നായിരിക്കും. കാര്യം ഇതിപ്പം ഈ പുള്ളി ഇപ്പോൾ സംസാരിച്ച് വരുന്നതെന്ന് പറഞ്ഞാൽ വേറൊരു രീതിയിലോട്ട് ഈ വിഷയം ഡൈവേർട്ട് ചെയ്യുവാണ്. കാര്യം ഈ പുള്ളി തിരിച്ച് എലിസബത്തിനെ പറ്റി പറഞ്ഞതെല്ലാം അങ്ങ് നൈസായിട്ട് അങ്ങ് മുക്കി. ഒന്നും പറയാനില്ല, അണ്ണ എന്തായാലും സൂപ്പർ. എന്തായാലും നാടകമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, അടിപൊളി തന്നെ. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.